പ്രിയപ്പെട്ടവരെ, കിടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 2ാം ദിവസമായി ഇന്ന് നമ്മുടെ ഈ വേദിയിൽ നടക്കുന്ന ലോഹ്യയുടെ പുതിയ പ്രസക്തി എന്ന വിഷയത്തെ അധികരിച്ച് ഇവിടെ സംവദിക്കാനെത്തിയിട്ടുള്ള ബഹുമാന്യരായ ശ്രീ വിജയരാഘവൻ ചേലിയാവരെയും അഡ്വക്കേറ്റ് വിനോദ് പയ്യട അവരുകളെയും അതുപോലെ തന്നെ നന്ദി പറയുന്ന മുകുന്ദൻ മരുതോരങ്ങര അവരുകളെയും ഈ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിനെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ സഹൃദയരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വേദിക്കായി വിട്ടുകൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കഴിഞ്ഞ സെഷനിൽ എരി ചർച്ച ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച്, അംബേദ്കറിനെക്കുറിച്ച്, ഗാന്ധിയെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ എനിക്കും ഞങ്ങൾക്കും പറയാനുള്ളത്. ലോഹ്യ എന്ന് പറയുന്നത് 1930കളിൽ തൻ്റെ ചിന്തകളെ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു ആളാണ്. ഗാന്ധി കിളച്ചിട്ട മണ്ണിലാണ് ലോഹ്യയുടെയും അംബേദ്കറിൻ്റെയും ഒക്കെ ചിന്തകൾ മുളച്ചു പൊന്തിയത് എന്നുള്ളതാണ് ചരിത്രം. ഒരുപക്ഷെ ഇന്ത്യയിലെ എല്ലാ പുതിയ ചിന്തകളുടെയും ഒരു തുടക്കം ഗാന്ധി കിളച്ചിട്ട മണ്ണിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം തന്നെ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അവിടെ വെച്ച് വേണം ഈ രാജ്യത്തുണ്ടായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങളെ വായിക്കാൻ. ഞാൻ നേരിട്ട് ലോഹ്യയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട, കുറച്ച് സമയമാണ് നമുക്കുള്ളത്. ഞാൻ പറഞ്ഞതിന് ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് വിനോദ് പയ്യട അത് പൂർത്തീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർ ലോഹ്യയുടെ ആദ്യ പുസ്തകം സിവിൽ റൈറ്റ്സിനെ കുറിച്ചാണ്. സിവിൽ റൈറ്റ്സിനെ കുറിച്ചുള്ള പുസ്തകം 1936 എഴുതുന്നത്. മനുഷ്യാവകാശത്തെക്കുറിച്ച്, ലോകത്ത് മുഴുവൻ നടക്കുന്ന സിവിൽ ലിബർട്ടീസ് മൂവ്മെൻറ്റിനെ കുറിച്ച് പരിചയപ്പെടുന്ന ആ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. അന്ന് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ ഒരു ചുമതല അതിനുശേഷം ഏൽപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായിട്ട്, അതായത് അന്നത്തെ കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ ലോഹ്യയെ നിയോഗിക്കുകയാണ്. അന്ന് അദ്ദേഹം രൂപീകരിച്ചുള്ള ഒരു ചിന്തയാണ് മൂന്നാം ചേരി രാഷ്ട്രങ്ങൾ എന്നുള്ളത്. അത് പിൽക്കാലത്ത് നമ്മൾ ഇന്ത്യയുടെ വിദേശകാര്യത്തിൽ തുടർന്നു പോരുന്നുണ്ട്. 1940കളിലെത്തുമ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ലോകത്ത് തന്നെ വലിയൊരു വിഭജനം നടക്കുന്നു. ആ വിഭജനം നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യഘട്ടത്തിൽ ലോകത്തുള്ള സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള സമരങ്ങളെയൊക്കെ തന്നെ ഈ പാശ്ചാത്യ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിക്കുന്ന സഖ്യകക്ഷികളുടെ കൂട്ടത്തിലേക്ക് ചേർക്കുന്നതാണ്. ഞാനത് വിശദീകരിക്കാൻ പോകുന്നില്ല. നമ്മൾ ആലോചിച്ചാൽ നമുക്കറിയാം ഈ സഖ്യകക്ഷികൾ എന്താണ് എന്ന് ആലോചിച്ചാൽ നമുക്കറിയാം. അത് യൂറോപ്പിലുള്ള രാഷ്ട്രങ്ങളുടേതായ ഒരു കൂടിച്ചേരലായിരുന്നു. അതിൽ നിന്ന് മാറി നിന്നിരുന്നത് റഷ്യയായിരുന്നു. റഷ്യ ആകട്ടെ അന്ന് ഹിറ്റ്ലറുമായിട്ട്, ജർമ്മനിയുമായിട്ട് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ വിജയോന്മാത്തനായിട്ടുള്ള ഹിറ്റ്ലർ റഷ്യയെ ആക്രമിക്കുന്നു. ആ സമയത്താണ് യഥാർത്ഥത്തിൽ റഷ്യ ഈ യുദ്ധത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഒരു ഭൂകമ്പമുണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത്. അതുവരെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിട്ടുള്ള സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ എല്ലാം ചേർന്നുകൊണ്ട് ഈ ഘട്ടത്തിൽ, ഈ യുദ്ധകാലഘട്ടത്തിൽ അതിശക്തമായ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയും ആ സമയമാണ് അവസരം സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കാൻ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, സമരത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പെട്ടെന്ന് റഷ്യ ആക്രമിക്കപ്പെടുന്നതോടുകൂടി ആഗോളതലത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടാകുന്നു. ആഗോള തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെയൊക്കെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ആ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു, സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ഈ സമയത്ത് എന്താണ് ഇതിൻ്റെ ഒരു കാരണം, ഇതിൻ്റെ താത്വികമായ ഫിലോസഫിക്കലായിട്ടുള്ള കാരണം എന്താണ് എന്ന് ഡോക്ടർ ലോഹ്യ അന്വേഷിക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് മാർക്സിസത്തിൽ അല്ലെ കമ്മ്യൂണിസത്തിൽ തന്നെ ആന്തരികമായ ഒരു പ്രശ്നമുണ്ട്
എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതും എക്കണോമിക്സ് ആഫ്റ്റർ മാർക്സ് സാമ്പത്തിക ശാസ്ത്രം മാർക്സിന് ശേഷം എന്നൊരു പുസ്തകം രചിക്കാൻ കാരണമാകുന്നു. അത് ഇന്ത്യൻ സാഹചര്യത്തെ, ഇന്ത്യയെ മാത്രമല്ല ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ സമൂഹങ്ങളിലെ ജനങ്ങൾക്ക് ഈ മുതലാളിത്തവും കമ്മ്യൂണിസവും യാതൊരു പ്രതീക്ഷയും നൽകുന്നില്ല, അവരുടെ മോചനത്തിന് അത് സഹായകരമല്ല എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, അതിന് മുമ്പ് ഗ്രാംഷിയുടെയൊക്കെ ചിന്തകൾ, റോസ ലക്സംബർഗിൻ്റെയൊക്കെ ചിന്തകളിൽ ഏതാണ്ട് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് വ്യക്തമായിട്ട് ഒരു വിഷയമായിട്ട് ഉന്നയിച്ചുകൊണ്ട് ഒരു രചനയിലേക്ക് വരുന്നത് എക്കണോമിക്സ് ആഫ്റ്റർ മാർക്സാണ്. അതിനുശേഷം ഇന്ത്യ സ്വതന്ത്രമാവുന്നൊരു ഘട്ടം ഉണ്ടാകുന്നു. ഇന്ത്യ സ്വതന്ത്രമാവുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ സവർണരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ഇന്ത്യൻ ഭരണവർഗമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്, വരേണ്യവർഗമായി മാറുന്നത് നമ്മൾ കാണുന്നു. എന്തിന്? ഭരണഘടനാ അസംബ്ലിയിൽ വളരെ ശക്തമായിട്ട് നേതൃത്വം നൽകിയ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള അംബേദ്കർ, അദ്ദേഹം തന്നെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അദ്ദേഹം പുറത്തു പോകേണ്ടി വരുന്നു കോൺഗ്രസിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഇതിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നു. അത് ബോംബെയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യയിലെ ഭരണവർഗം തയ്യാറാവുന്നില്ല. അന്ന് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളൊരു പ്രസംഗമുണ്ട്, ബോംബെയിൽ വെച്ച് നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ് ഇതാണ്: നോക്കൂ ജവഹർലാൽ നെഹ്റു, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് തെറ്റായ ഒരിടത്താണ്, ഞാനും പ്രതീക്ഷിച്ചിരുന്നൊരു ഇടമാണത്, പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾ തെറ്റായ ഇടത്ത് നിൽക്കുന്നു, ഞാനത് വിട്ടു വന്നിരിക്കുകയാണ്, നിങ്ങൾ സോഷ്യലിസ്റ്റുകളോടൊപ്പം ചേരൂ, എന്നിട്ട് അതിന് നേതൃത്വം കൊടുക്കൂ ഈ ചേരിക്ക് എന്നാവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും സോഷ്യലിസ്റ്റ് പാർട്ടികളിലും കോൺഗ്രസ്സിലുമായി ചിതറിക്കിടക്കുകയായിരുന്നു. ഈ കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇടതുപക്ഷം എന്നൊക്കെ കേരളത്തിലെ ഒരു ബോധമുണ്ട്, കേരളത്തിലെ സാധാരണ ബോധമുണ്ട്. ഇടത് നിരീക്ഷകൻ്റെ കാര്യമൊക്കെ നമ്മൾക്ക് പറയാം. ഇടത് നിരീക്ഷകൻ, ഞാൻ ഇനി മുതൽ ഇടത് നിരീക്ഷകനല്ല വെറും നിരീക്ഷകനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലുള്ളത്. ഇടത് എന്ന് കേൾക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ധാരണ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങളുടെ സമീപനമാണ് ഇടതുപക്ഷം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷമായിരുന്നത് ഗാന്ധിയാണ്. ഗാന്ധിയെ പിന്തുടർന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തെ ഇടതുപക്ഷവൽക്കരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. അതിൻ്റെ വിജയം കാണുമ്പോൾ കുറേ വലതുപക്ഷക്കാരും അതിനോട് ചേർന്ന് നിന്നു, അതിൽ കൂടി ചേർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ട്രീം അതാണ്. അതിൽ നിന്ന് ഊർജം കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷവും സോഷ്യലിസ്റ്റ് ഇടതുപക്ഷവും ഒക്കെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇടതുപക്ഷ നേതൃത്വമുണ്ട് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലാണ്. നെഹ്റുവിനെ പോലുള്ള ഒരു ലിബറൽ ഈ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ ഭരണപക്ഷത്തെ നേതൃത്വം കൊടുക്കുന്നു. മറുഭാഗത്ത് ജയപ്രകാശ് നാരായണനെ പോലെ, ആചാര്യ നരേന്ദ്രദേവനെ പോലെ, ലോഹിയെ പോലുള്ള ആളുകൾ ശക്തമായി നേതൃത്വം കൊടുക്കുന്നു. അതിനോടൊപ്പം ചേർന്ന് അംബേദ്കർ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അംബേദ്കറിൻ്റെ പ്രസംഗത്തിൽ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കേണ്ട കാലമാണിത് എന്ന് തിരിച്ചറിയുന്നു എന്നാണ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടുന്നു. അതുപോലെ ഇന്ത്യയിലെ വലതുപക്ഷത്തിന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിലും വലതുപക്ഷവും അവിടെവിടങ്ങളിൽ അതൊരു ശക്തി കാണിക്കുന്നുണ്ട്. സോഷ്യലിസ്റ്റുകൾ 3-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകളുമാണ് വരുന്നത്. സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ തിരിച്ചാണ്. 10% സോഷ്യലിസ്റ്റുകൾക്ക് ഇത് വരുന്നു. ഏതാണ്ട് വളരെ കുറഞ്ഞ 3.7% കമ്മ്യൂണിസ്റ്റുകൾക്ക് വരുന്നത്. ഈ സമയത്ത് ഡോക്ടർ ലോഹ്യ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് പറ്റുന്നത്? ഇന്ത്യക്ക് പറ്റുന്ന പ്രധാന പ്രശ്നം ജാതി വ്യവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഇന്ത്യയിൽ വിപ്ലവം ഉണ്ടാക്കാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. അത് 7 കാര്യങ്ങൾ എടുത്ത് പറയുന്നു. 7 ദിശയിൽ ഒറ്റ സാമ്പത്തിക വിപ്ലവം കൊണ്ട് മാത്രം ഇന്ത്യക്ക് മോചനം നേടാൻ കഴിയില്ല. ഒരു വർഗ വിപ്ലവം കൊണ്ട് മാത്രം, വർഗ സമരം കൊണ്ട് മാത്രം ഇന്ത്യയിൽ ജനാധിപത്യവൽക്കരിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ ലോഹ്യ എന്ന് പറയുന്നു. അദ്ദേഹം 7 കാര്യങ്ങളിൽ ഒന്ന്, ഏറ്റവും ആദ്യത്തത് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിപ്ലവം ഉണ്ടാകണം. ഒന്നാമത്തെ വിപ്ലവം, 7 വിപ്ലവങ്ങൾ എന്നാണ് അതിന് പറയുക. ഫസ്റ്റ് വിപ്ലവം പറഞ്ഞ് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള വിപ്ലവം എന്നാണ്. ആ കാലഘട്ടത്തിൽ സ്ത്രീ മോചനം എന്നുള്ളതാണ്, സ്ത്രീ തുല്യതയാണ് പറയുന്നത്. അന്ന് ട്രാൻസിൻ്റെ വിഷയം അത്ര കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. രണ്ടാമത്തേത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തുണ്ടാകുന്ന വിവേചനത്തിനെതിരായിട്ടുള്ള വിപ്ലവമാണ്, കോംപ്ലക്ഷൻ ഓഫ് ദ കളർ.
അതായത് വൈറ്റ് എന്നുള്ള യൂറോപ്പിലെ വെള്ളക്കാരുടെ അധീശത്വം ലോകത്ത് മുഴുവനുണ്ട്. അതിനെതിരായി കൊണ്ടുള്ള ഈ ഇരുണ്ട നിറക്കാരുടെ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാകണം. അത് വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ളൊരു വിപ്ലവം. മൂന്നാമത്തേത് ജാതി നിർമൂലനത്തിന് വേണ്ടിയുള്ള വിപ്ലവം എന്നുള്ളതാണ്. ജാതി വ്യവസ്ഥ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സാമൂഹിക നീതിയോ സാമ്പത്തിക നീതിയോ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, വിദേശാധിപത്യം നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സാമ്രാജ്യത്വ ബോധത്തിനെതിരായിട്ടുള്ളൊരു വിപ്ലവം എന്നാണ്. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്, ലോഹി അത് വളരെ വിശദീകരിക്കുന്നുണ്ട്. 5 ഇമ്പീരിയലിസം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിലുള്ള ഇന്ന് നമ്മളിതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ അത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലത്താണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് ലാൻഡ് ഇമ്പീരിയലിസമാണ്, അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പീരിയലിസമാണ്. അത് ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ വന്ന് കീഴടക്കുന്നതാണ്, അവിടെ ഭരിക്കുന്നതാണ്. പക്ഷേ അതല്ല ഇമ്പീരിയലിസം. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്താണ്. അത് മാനസികമായ ഒരു ഇമ്പീരിയലിസമാണ്. അത് സവർണർ ഇന്ത്യയിലെ ഈ അധസ്ഥിതരിൽ പാർശ്വവൽകൃതരിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാനസികമായ കൊളോണിയലിസം ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾ അവികസിത രാജ്യങ്ങളിൽ സൃഷ്ടിച്ചുള്ള ഒരു മാനസികമായ കൊളോണിയലിസമുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു വിപ്ലവത്തെക്കുറിച്ച് ഡോക്ടർ ലോഹിയ പറയുന്നു. മറ്റൊന്ന്, മനുഷ്യൻ്റെ സ്വകാര്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളിപ്പോൾ ആലോചിക്കുക, നമുക്കൊരു സ്വകാര്യതയില്ല. ഇപ്പം നമ്മൾ SILRൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഈ ആധാർ വന്ന സമയത്താണ് തോന്നുന്നു. ആധാർ വന്ന സമയത്ത് വളരെ ശക്തമായി എതിർപ്പുണ്ടായിരുന്നു. പറഞ്ഞെന്താണ്? നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടാൻ പോകുന്നു, നിങ്ങൾ എവിടെയാണ്, എന്തൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം, ജനകീയ മുന്നേറ്റത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചായിരുന്നു. പക്ഷേ അതൊക്കെ പോയി. ഇപ്പോഴെന്താണ്? ഇപ്പം നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ സ്റ്റേറ്റ് നിർണ്ണയിക്കാൻ പോകുന്നു. ഐഡൻറ്റിറ്റിയുടെ പേരിൽ ആളുകളെ പുറന്തള്ളുന്നു. നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ച സമയത്ത് കാണുന്നത് നമ്മൾ ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇന്നലെ UP നിന്നുള്ള റിപ്പോർട്ട് വന്ന് 2.37 കോടിയോ മറ്റോ ജനങ്ങൾ പുറത്താണ്. ഈ തരത്തിലാണ് നമ്മളുടെ ഈ സ്വകാര്യതയിലും നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ കാര്യങ്ങളിലേക്കും ഗവൺമെൻറ് കടന്നു വരുന്നത്. 1952 ഇദ്ദേഹം പറയുന്നത് സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവകാശമാണ്, ആത്മീയമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ്, ആവിഷ്കാരത്തിൻ്റെ വിഷയമാണ്. അതിലേക്കുള്ള കടന്നുകയറ്റങ്ങളെ എതിരായിട്ടുള്ള ഒരു വിപ്ലവം ഉണ്ടാകണം എന്നാണ്. മറ്റൊരു വിപ്ലവം, 7ാമത്തെ വിപ്ലവമായിട്ട് പറയുന്നത് ആയുധവൽക്കരണത്തിനെതിരായിട്ട്, ലോകത്തിലെ ആയുധ ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ പോരാട്ടം ലോകത്തുണ്ടാവണം. ഇപ്പം നമുക്കറിയാം, ഇന്നലെ മഡൂറോനെ നേരത്തെ ഒരു പരാമർശം ഉണ്ടായി. മഡൂറോ എന്ന് പറയുന്ന ഒരാളെ പറ്റി, വെനിസ്വേലയിലെ മഡൂറോ അയാൾ ആരാണെന്നുള്ളതല്ല, ഒരു രാജ്യത്ത് കടന്നു കയറിയിട്ട് അവിടുത്തെ ഭരണാധികാരിയെ പൊക്കി കൊണ്ടുപോവുകയാണ് മറ്റൊരു രാജ്യം. എന്തൊരു ലോകമാണ്. നമ്മൾ ആലോചിക്കുക, എന്തൊരു തരത്തിലാണ്. നാളെ ചൈനയെ പോലുള്ള രാജ്യം വന്നിട്ട് ഇവിടുത്തെ നരേന്ദ്രമോദിയെ പിടിച്ചു കൊണ്ടുപോയാൽ നരേന്ദ്രമോദി ആരാണെന്നുള്ളതല്ല, നമ്മൾ നരേന്ദ്രമോദിക്ക് വേണ്ടി വാദിക്കും. അതുപോലെയാണ് ഈ മഡൂറോ ആരാണോ എന്താണെന്നല്ല, ഒരു രാഷ്ട്രത്തലവനാണ്. അയാളെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി ലോകത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അവർക്ക് വേണ്ടി വാദിക്കണം. ആ രീതിയിൽ സ്വാതന്ത്ര്യത്തെ ഡിഫൈൻ ചെയ്യാൻ, ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം അവരുടേത് മാത്രമായി തന്നെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അതായത് ജനാധിപത്യം. അതിനെതിരായിട്ടുള്ള ഒരു വലിയ സമരം നമ്മൾക്ക് ലോകത്തുണ്ടാകണം. അതൊരു വേൾഡ് പാർലമെൻറ്റിലേക്കും വേൾഡ് ഗവൺമെൻറ്റിലേക്കും നയിക്കണം എന്നാണ് ഡോക്ടർ ലോഹിയ അന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് വളരെ കൃത്യമായി, ഇത് ഗാന്ധിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. യഥാർത്ഥത്തിൽ ഗാന്ധിയാണ് ഈ ചിന്തകളുടെ വേരുകൾ. ഡോക്ടർ ലോഹിയ പറയുന്നത് ഞാനൊരു ഗാന്ധിയനോ മാർക്സിസ്റ്റോ അല്ല എന്നാണ്. പക്ഷേ ഇവരുടെ ചിന്തകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മാർക്സിൻ്റെ മാനവികവാദവും വർഗസമരത്തെയും കുറിച്ച് വളരെയധികം ബോധവാനാണ് ഞാൻ. അതുപോലെ തന്നെ ഗാന്ധി ഒരു പുതിയ നാഗരികതയെക്കുറിച്ചുള്ള ഗാന്ധിയുടെ ചിന്തകളെ ഞാൻ പിൻപറ്റുന്നു എന്നാണ്. പുതിയൊരു നാഗരികതയെ സൃഷ്ടിക്കാതെ, ഇതൊക്കെ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാം, മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്താണ് പുതിയ നാഗരികത എന്നൊരു ചോദ്യം വരും. നിലവിലുള്ള ആധുനിക നാഗരികത എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ഡൊമിനേഷനാണ്. യൂറോപ്പിൽ വളർന്നു വന്നിട്ടുള്ള മുതലാളിത്തം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ്. അത് കമ്മ്യൂണിസവും അത് തന്നെയാണ് പിന്തുടരുന്നത്. ഡോക്ടർ ലോഹിയ പറയുന്നത് യൂറോപ്പിൻ്റെ ഉണ്ടായിട്ടുള്ള ഈ നാഗരികതയുടെ സൃഷ്ടിയാണ് മുതലാളിത്തവും. മുതലാളിത്തത്തിന് പ്രതിസന്ധി വന്നപ്പോൾ യൂറോപ്യൻ നാഗരികത തകർന്നു പോകുമോ എന്ന് ഭയന്ന് അതിനെ രക്ഷിക്കാനായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് കമ്മ്യൂണിസവും എന്നാണ്.
കേൾക്കുമ്പോൾ വളരെ പേടിയാവും നമുക്ക്. ഈ രണ്ടും ഒന്നാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഉൽപ്പാദന സംവിധാനങ്ങളെ കുറിച്ചുള്ള സങ്കല്പം ഒന്നാണ് എന്നുള്ളതാണ്. അത് രണ്ടും ഒരേ ഉൽപ്പാദന ശക്തികളെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ്. ഉൽപ്പാദന ബന്ധങ്ങളിൽ മാറ്റം പറയുന്നുണ്ടെങ്കിലും ഉൽപ്പാദന ശക്തികൾ ഒന്നാണെന്നുള്ളതാണ്. ഇത് നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇന്ത്യയിൽ ഈ തരത്തിലുള്ള വൻകിട ഉൽപ്പാദന സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഉൾപ്പെടാതെ പുറന്തള്ളപ്പെടുക ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാർശ്വവൽകൃതരാണ്. അതിൽ 50% സ്ത്രീകൾ ഔട്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ദളിതുകൾ ഔട്ടാവും, പിന്നോക്കക്കാർ ഔട്ടാവും. അവിടെ ആകെ ഉണ്ടാവുന്നത് ഇന്ത്യയിലെ പുരുഷ സവർണ വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് അധികാരം, രാഷ്ട്രീയ അധികാരത്തിനോടൊപ്പം തന്നെ സാമ്പത്തിക അധികാരം കൂടെ കൈവരുമെന്നുള്ളതാണ്. ഈ സാമ്പത്തിക അധികാരവും രാഷ്ട്രീയ അധികാരവും ചേർന്നേ പോകൂ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റ്, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് ജാതി നിബദ്ധമായ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിൽ സംഭവിക്കുക, ഇന്ത്യ സാമ്പത്തികമായി കുതിച്ച് ചാടുമ്പോഴും 4ാമത്തെ ലോക സാമ്പത്തിക ശക്തിയാണ് എന്ന് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് ഈ സംഖ്യകളൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അതിൽ നിന്ന് പുറത്താകുന്നു എന്നുള്ളതാണ്. ഇവർ ഉൾക്കൊള്ളണമെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയിലെ ഒരു സാമ്പത്തിക ജനാധിപത്യവൽക്കരണം ഉണ്ടാവണം. സാമ്പത്തിക ജനാധിപത്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന രംഗത്തെ ജനാധിപത്യവൽക്കരണമാണ്. അത് പറയുമ്പോഴാണ് നമുക്കൊരു രൂപകം തെളിഞ്ഞു വരുന്നത്. അത് ചർക്കയാണ്. ഗാന്ധിയുടെ ചർക്ക എന്ന് പറയുന്നത് സാമ്പത്തിക ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു വിപ്ലവ രൂപകമാണ്, ഒരു സിമ്പലാണ്. ഡോക്ടർ ലോഹ്യ പറഞ്ഞത് അത് പാരമ്പര്യമായ വികസന തന്ത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ല, അതിന് മറ്റൊന്നാണ്. ഏറ്റവും വേറൊരു തരത്തിൽ പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അല്ലെ സ്മോൾ മെഷീൻ ടെക്നോളജി, മുഴുവൻ ആളുകൾക്കും ഉൽപ്പാദനത്തിൽ പങ്കാളിത്തം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വികസിതമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് കാണുന്നത്. അതില്ലാതെ നമുക്കൊരിക്കൽ പോലും ഈ ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ ജനങ്ങൾ ഉൽപ്പാദനത്തിൽ പങ്കാളിത്തം ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ക്രയശേഷി ഉണ്ടാവില്ല, വാങ്ങൽ ശേഷി ഉണ്ടാവില്ല, മാത്രമല്ല അവർക്ക് അധികാരത്തിൽ പങ്കാളിത്തവും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും അത് ചെറിയ ഉദാഹരണം എടുത്താൽ മതി. ഞങ്ങൾക്ക് നമ്മുടെ കൊക്കോകോല കമ്പനി വന്നപ്പോൾ അതിനെതിരായി സമരം ഉണ്ടായി. ആ സമരം ഉണ്ടായത് വെറും കുടിവെള്ളത്തിൻ്റെ വിഷയത്തിലാണ് ഉയർന്നു വന്നതെങ്കിലും പിൽക്കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 10,000-ത്തിലധികം 10,000-20,000 പേര് നമ്മുടെ നാട്ടിൽ സോഡ ഉണ്ടാക്കിയിട്ടൊക്കെ ജീവിച്ചിരുന്നു. ആ കമ്പനികൾ മുഴുവൻ പൂട്ടിപ്പോവാണ്. വെറും 287 ആളുകളാണ് ഏതാണ്ട് 25 ലക്ഷം കുപ്പികളിൽ ശീതളപാനീയം മാർക്കറ്റിൽ എത്തിക്കുന്നത്. അത് 5 ലക്ഷമാണ്, 5 ലക്ഷം ലിറ്ററാണ് ഒരു കമ്പനി, അതായത് കൊക്കോകോല കമ്പനി. അതുപോലെ തന്നെ 5 ലക്ഷം ലിറ്ററാണ് പെപ്സിക്കോല കമ്പനി ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും കൂടി ഉണ്ടാക്കണമെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കുടിൽ വ്യവസായങ്ങളാണെങ്കിൽ അതിനകത്ത് 20,000 ആളുകൾക്ക് പണി കിട്ടുമായിരുന്നു. ആ സ്ഥാനത്താണ് 100-500 ആളുകളിലേക്ക് ആ പണി ചുരുക്കുന്നത്. ഇത് ഒരു കേന്ദ്രീകരണമാണ്, ജനാധിപത്യവൽക്കരണത്തിന് എതിരായിട്ടുള്ളൊരു സംഗതിയാണ്. ഇങ്ങനെ ജനാധിപത്യവൽക്കരണം തടയുന്ന ഒരു വികസന സമ്പ്രദായത്തെ ഡോക്ടർ ലോഹ്യ ചോദ്യം ചെയ്യുന്നു. അത് ചോദ്യം ചെയ്യുന്നതോടൊപ്പമാണ് അദ്ദേഹം പറയുന്നത്, എക്കണോമിക്സ് ആഫ്റ്റർ മാർക്സ് എന്നൊരു കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുന്നു, ഇത് പുതിയ ഒരു കാലത്ത് മാർക്സ് നിങ്ങളുടെ രക്ഷയ്ക്കെത്തുകയില്ല, പുതിയൊരു കാലത്ത് ലെനിൻ നിങ്ങളുടെ രക്ഷയ്ക്കെത്തുകയില്ല. ലെനിൻ പറയുന്നൊരു കാര്യം മുതലാളിത്തം വികസിച്ചിട്ടാണ് സാമ്രാജ്യത്വം ഉണ്ടാകുന്നതാണ്. നമ്മൾ സാമ്രാജ്യത്വം എന്ന് പറയുന്നതിനെ കുറിച്ചൊന്ന് പഠിച്ചാൽ നമുക്ക് വളരെ ലളിതമായിട്ട് അതല്ല എന്ന് മനസ്സിലാവും. 1760-ലാണ് വ്യാവസായിക വിപ്ലവം ഉണ്ടാകുന്നത്, മുതലാളിത്തത്തിൻ്റെ ഒരു കുതിച്ചു ചാട്ടം. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള മൂലധനം കണ്ടെത്തുന്നത് 1599 രൂപീകൃതമായ 1600 പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയുള്ള കമ്പനികൾ ലോകമാകെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വന്നു. അതുപോലെ തന്നെ മറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ മറ്റ് രാജ്യങ്ങളും പോയിട്ട് കവർന്നെടുത്ത് കൊണ്ടുപോയിട്ടുള്ള വിദേശ പണമാണ്. ആ പണം എന്ന് പറയുന്നത് സാധാരണക്കാരായ നമ്മളുടെ പണമാണ്. ഇതാണ് ദാദാഭായ് നവറോജി തൻ്റെ ഡ്രെയിൻ തിയറിയിൽ പറയുന്നത്. ഇതാണ് ഗാന്ധിജി മനസ്സിലാക്കിക്കൊണ്ട് സ്വദേശി സ്വരാജ് എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ ഏത് രീതിയിലുള്ള ഒരു വിപ്ലവത്തിനാണ്
ഈ കാലത്ത് ആവശ്യമായിട്ടുള്ളത്, വിപ്ലവമാണ് ആവശ്യമായിട്ടുള്ളതെന്നും എങ്ങനെയാണ് ഈ ലോകത്തെ നമുക്ക് ഒരു പുതിയ സോഷ്യലിസ്റ്റ് സമൂഹമായിട്ട്, സമത്വമുള്ള സാമൂഹിക നീതിയുള്ള ഒരു സമൂഹമായിട്ട് പരിവർത്തിപ്പിക്കാൻ കഴിയുക എന്നുമുള്ള ഒരു അന്വേഷണമായിരുന്നു ഡോക്ടർ ലോഹിയയുടേത്. അതുകൊണ്ടാണ് പുതിയ കാലത്തെ ലോഹിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ ഒരു തമാശയുണ്ട്. ടൈറ്റിലുള്ളത് ലോഹിയയുടെ പുതിയ പ്രസക്തി എന്നാണ്. പക്ഷെ പഴയ പ്രസക്തി എന്തായിരുന്നു, പുതിയ പ്രസക്തി എന്താണ് എന്നൊരു ചോദ്യം വരാം. അപ്പോൾ പഴയ കാലത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴുണ്ടായിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, സമൂഹം ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പ്രസക്തി ഉണ്ട് ആ ചിന്തയ്ക്ക്. അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള രാഷ്ട്രീയ ചിന്തകൾ ഡോക്ടർ ലോഹിയയുടെ ചിന്തകളുമായി ചേർത്തി നിർത്തുന്നുണ്ടെങ്കിൽ, ആളുകൾ ആ സമരങ്ങൾ അങ്ങനെ രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാം അതിന് പ്രസക്തി ഉണ്ട്. ഇപ്പോൾ NAPM പോലെയുള്ള സംഘടനയുടെ പ്രവർത്തകരുടെ മുന്നിലുണ്ട് ഈ മീര സംഘമിത്രയും കുസുമൻ ടീച്ചറൊക്കെ ഉണ്ട്. അവർ ജെൻഡർ ഇക്വാലിറ്റിയുടെ വിഷയം അടുത്ത് ഇവിടെ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ വിഷയമൊക്കെ ഇന്ത്യയിൽ രൂപപ്പെടുത്തുന്നത് ഡോക്ടർ ലോഹിയയുടെ ഒരു ഇടപെടലുണ്ട്. അതേക്കുറിച്ചും ജാതിയിലുള്ള ഇടപെടലിനെക്കുറിച്ചും വിനോദ് പയ്യട അദ്ദേഹം പറയും. വിനോദ് പയ്യട ഈ വിഷയത്തിൽ പ്രധാനമായും ഡോക്ടർ ലോഹിയയുടെ കാസ്റ്റ് സിസ്റ്റം എന്ന പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ്. മാത്രമല്ല ഗാഡ്ഗിലിൻ്റെ ആത്മകഥ ഇവിടെ വിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പാരിസ്ഥിതികമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ ജാതിക്കെതിരായിട്ടുള്ള കാഴ്ചപ്പാടും ലോഹിയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ അദ്ദേഹത്തിന് സാധിക്കും. എൻ്റെ സമയം ഞാൻ ചുരുക്കിയാണ്. വിനോദിനെ അത് തുടർന്ന് പറയാൻ വേണ്ടിയിട്ട് വിനോദിനോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി സഖാവ് വിജയരാഘവൻ. ഇന്ന് ലോഹിയയുടെ പ്രസക്തിയെക്കുറിച്ച് എന്തു പറയുമെന്ന് രാവിലെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ മുന്നിൽ മാതൃഭൂമി പത്രത്തിൽ ഇന്നത്തെ ഫെസ്റ്റിവലിൻ്റെ ഒരു പരസ്യം കാണുകയുണ്ടായി. അതിൽ ശശി തരൂറിനോട് സംവദിക്കാൻ 14 തിരഞ്ഞെടുക്കപ്പെട്ട ചെറുപ്പക്കാരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ്. അപ്പം ഞാൻ ആലോചിച്ചു ശശി തരൂർ ഈ അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെയും അദ്ദേഹത്തെ വലിയ തോതിൽ ഒരു പുതിയ കാലത്തെ ചിന്തിക്കുന്ന ആളുകളിൽ അസ്വീകാരനാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ശശി തരൂർ വലിയ വിജ്ഞാനത്തിൻ്റെയും വലിയ സ്വാധീനത്തിൻ്റെയൊക്കെ പ്രതീകമായി മാറുന്നത് എന്നുള്ളൊരാലോചന എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ലോഹിയയുടെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഇക്വേഷൻ, സമവാക്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഭരണവർഗം എന്ന് പറഞ്ഞാൽ സവർണ ജന്മം, അത് സവർണനായിരിക്കുക എന്നുള്ളതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിരിക്കുക എന്നുള്ളതും സമ്പത്തുണ്ടായിരിക്കുക എന്നുള്ളതുമാണ്. ഇതിലേതെങ്കിലും 2 ഘടകങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ നിശ്ചയമായും ഇന്ത്യയുടെ ഭരണവർഗത്തിൽ ഉൾപ്പെട്ടയാളായിരിക്കും. അത് ഭരിക്കുന്ന പാർട്ടിയാണോ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണോ ഒന്നുമല്ല, ഭരണവർഗം എന്ന് പറയുന്ന പൊതു സംജ്ഞയ്ക്ക് ഉള്ളിൽ വരുന്ന ആളായിരിക്കും. ഇത് ശശി തരൂരിൽ വളരെ കൃത്യമാണ്. ശശി തരൂർ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് അദ്ദേഹം ഏത് ജാതിയെ പ്രതികരിക്കും നമുക്കറിയാം. അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ ജാതിയുടെ എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളാതിരിക്കാൻ വേണമെങ്കിൽ, കാരണം അതിന് ലംഘിക്കാം. ഒരു മേൽജാതിയിൽ ജനിച്ചു പോയത് കൊണ്ട് അദ്ദേഹം അയാൾ എപ്പോഴും ജാതിക്ക് വിധേയനായി ജീവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ജാതിയെ ഉല്ലംഘിക്കുന്ന രീതിയിൽ, ജാതിയെ തിരസ്കരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ചിന്തകളെ പരിഷ്കരിക്കാം, അല്ലെ ചിന്തകളെ വിപ്ലവകരമായി മാറ്റാം. പക്ഷേ ശശി തരൂർ ഇന്നേവരെ അത്തരമൊരു ചിന്തയിലേക്ക് കടന്നതായിട്ട് നമുക്ക് അനുഭവമില്ല. അപ്പോൾ ശശി തരൂറിനെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ കാലത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുകയും അതേ കാര്യങ്ങൾ ഒരുപക്ഷെ അതിനേക്കാൾ മൂർച്ചയോടുകൂടിയും ഒരുപക്ഷെ അതിനേക്കാൾ യാഥാർത്ഥ്യത്തോടെയും പറയുന്ന ഒരു കീഴാളപക്ഷത്ത് വരുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അത്തരം ദൃശ്യത കിട്ടാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളിടത്ത് ആണ് ജാതിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതെന്നാണ് ഞാൻ പറയുക. ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാതരം വിവേചനങ്ങൾക്കുമുള്ള ഉറവിടമാണ്. ജാതി അത് നമ്മുടെ സ്ത്രീ വിവേചനത്തിൻ്റെതായാലും സാമ്പത്തിക വിവേചനത്തിൻ്റെ ആയാലും അങ്ങനെ ഒട്ടനവധി എല്ലാ വിവേചനങ്ങളുടെയും ഒരു ഉറവിടം ജാതിയാണ്. പലപ്പോഴും നമ്മുടെ മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾ പണ്ടുകാലം, ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കാണുന്നില്ലെങ്കിൽ പോലും മുമ്പൊക്കെ ഞങ്ങൾ ജാതിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത്
അന്ന് മാർക്സിസത്തിൻ്റെ ദർശനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുണ്ടായിരുന്നൊരു കാലത്ത് പറഞ്ഞു വന്നിരുന്നത് സാമ്പത്തികമായിട്ടുള്ള വിവേചനങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റെല്ലാ വിവേചനത്തിനും മറ്റെല്ലാ രൂപങ്ങളും മാഞ്ഞു പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വിവേചനത്തിൻ്റെയും കൂടി ഉറവിടം ജാതിയാണ്. അത് നമുക്ക് ഇന്ത്യയിലെ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളുടെ ഒരു കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഏറ്റവും മുന്നോക്ക് പോയിട്ടുള്ള ഏറ്റവും വളരെ പ്രബലമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും മേൽജാതി സ്വത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളും മേൽജാതിക്കാരുമാണെന്ന് കാണാം. താഴേക്കിടയിലുള്ള ജാതികളാണ് എപ്പോഴും സാമ്പത്തികമായിട്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നതും ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാ വിവേചനങ്ങളുടെയും ഉറവിടം ജാതിയാണ്. അതുമാത്രമല്ല, ജാതി നമ്മുടെ കാഴ്ചകളെ അപ്പാടെ മറയ്ക്കും, നമ്മുടെ കാഴ്ചകളെ തെറ്റിദ്ധരിപ്പിക്കും. അതായത് ജാതി ചില ആളുകൾക്ക് വലിയ സ്വീകാര്യത തോന്നും. കാരണം അവർ ജാതിയെക്കുറിച്ചൊന്നും പറയണ്ട, അവർ ജാതിയെ അനുകൂലിക്കുന്ന ആളുകളല്ലെങ്കിൽ പോലും ആ സാമൂഹിക ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ ലഭിച്ചിട്ടുള്ള ആളുകൾ, ജന്മം കൊണ്ട് സോഷ്യൽ ക്യാപിറ്റൽ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാകില്ല. കാരണം ഞാൻ ജാതി പറയുന്നില്ല, ഞാൻ ജാതിയിൽ വിശ്വസിക്കുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ജാതി പറയുന്നത്? നിങ്ങൾ ജാതി പറയുന്നത് കൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത് എന്നുള്ളൊരു വാദം അടുത്ത കാലത്ത് പലപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുന്ന പല ആളുകളും അത് സൂചിപ്പിക്കാറ്. നിങ്ങൾ ജാതി പറയുന്നത് കൊണ്ടല്ലേ ജാതി നിലനിൽക്കുന്നത്? അല്ല. ആ ജാതി പറയുമ്പോൾ, ജാതി വിവേചനത്തിന് ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ ജാതിവാദിയാണെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളൊരു പക്ഷേ പ്രത്യക്ഷമായി ജാതിയുടെ നിയമങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ജാതിവാദിയാണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളെക്കൊണ്ട് അങ്ങനെ പറയിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ജാതിപരമായ സ്വത്വമാണ്. അപരൻ അല്ലെങ്കിൽ കീഴാളപക്ഷത്ത് നിൽക്കുന്ന ആൾ, അധസ്ഥിതനായിട്ടാണ് സമൂഹത്തിൽ നിന്നും ജാതിപരമാൽ പുറന്തള്ളപ്പെട്ട ആളുകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ നിങ്ങൾ ജാതി പറയുകയാണെന്ന് ഒരു മേൽജാതിയിൽപ്പെട്ട ജാതിയെ ഒരുപക്ഷെ ജീവിതത്തിൽ താത്വികമായി അംഗീകരിക്കാത്ത ഒരാൾ പറയുന്നുവെങ്കിൽ പോലും അയാൾ ജാതിയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ ജാതി എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയോ കാഴ്ചകളെ മുഴുവൻ ഇല്ലാത്ത കാഴ്ചകളെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുകയോ ഉള്ള കാഴ്ചകളെ കാണാതിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘടകത്തിൻ്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജാതിയെ ഞാൻ ഇവിടെ ജാതി പറയുന്നു പറഞ്ഞാൽ ലോഹിയെ പറയാൻ കൊണ്ട് മാത്രമല്ല, ഈ ജാതി ഒരു യാഥാർത്ഥ്യമാണ്. ആ ജാതിക്ക് ലോഹിയ ഇന്ത്യയിലെ ജാതിയെക്കുറിച്ച് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വിശകലനം നടത്തിയവരിൽ പ്രമുഖനായിട്ടുള്ള തത്വചിന്തകനാണ് ലോഹിയ എന്ന് പറയുന്നത്. അംബേദ്കറും അക്കൂട്ടത്തിൽ ജാതിയെ ഏറ്റവും തുറന്ന് വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ രണ്ട് വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രം. അംബേദ്കർ ജാതിയെക്കുറിച്ച് ഹിന്ദു തത്വങ്ങളിലും ഹിന്ദു പുരാണങ്ങളിലും ജാതിയുടെ ഉറവിടത്തെയും ജാതിയുടെ ഉത്ഭവത്തെയും പരിഗണിക്കുമ്പോൾ ലോഹിയ മതങ്ങൾ ജാതിക്ക് ആവശ്യം വേണ്ട ഘടകമല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ജാതി മതപരമല്ലാത്ത സമൂഹങ്ങളിലും ജാതി ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാതിക്ക് മതം ഒരു ഘടകമല്ല. പക്ഷേ ഇന്ത്യയിൽ തീർച്ചയായിട്ടും അംബേദ്കർ പറയുന്നത് പോലെ ജാതി ഉറവം കൊണ്ടത് ഹിന്ദു മതത്തിലല്ല, ജാതി ഹിന്ദു മതത്തിനേക്കാൾ പഴക്കമുള്ളതാണ്. ജാതി ഹിന്ദുമതത്തെ ബ്രാഹ്മണിസം ഹിന്ദുമതത്തെ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തതാണെന്ന് നമുക്ക് പറയുന്നത്. കാരണം അത് ശ്രുതികളൊക്കെ തന്നെയും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നേരത്തെ അതിൻ്റെ ശൈശവാവസ്ഥയിലുണ്ടായിരുന്ന ജാതിപരമായ വിവേചനത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രതീകങ്ങളും ചില ചിന്തകളും കൊണ്ട് അതിനെ മൗൾഡ് എടുക്കുകയായിരുന്നു സ്മൃതികളും എന്ന് നമുക്ക് കാണേണ്ടി വരും. അല്ലാതെ സ്മൃതികളുമല്ല ജാതി ഉണ്ടാക്കിയത്. നേരെ മറിച്ച് ജാതിയെ പ്രബലപ്പെടുത്തുകയും ജാതിയെ ശക്തമത്തായുള്ള ആയുധമാക്കി മാറ്റുകയും ചെയ്യുക ആയിരുന്നു സ്മൃതിയുടെയും ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹിന്ദു പുരാണങ്ങളിൽ തന്നെ നമുക്കതിൻ്റെ അംശങ്ങൾ കാണാം. ഒരുപക്ഷേ രാമായണത്തിലെ നമുക്ക് രാമൻ എന്ന് പറയുന്ന ക്ഷത്രിയ രാജാവാണ്. രാമൻ്റെ ഗുരു എന്ന് പറയുന്ന വസിഷ്ഠൻ ബ്രാഹ്മണനാണ്. വസിഷ്ഠനാണ് രാജനീതി സൃഷ്ടിക്കുന്നയാൾ. ബ്രാഹ്മണനാണ് അവിടെ നിയമവും നീതിയും സൃഷ്ടിച്ചിട്ടുള്ളത്. ആ നീതി ബ്രാഹ്മണനാൽ സൃഷ്ടിക്കപ്പെട്ട നീതിയും നിയമവും നടപ്പിലാക്കാനുള്ള ദൗത്യം മാത്രമേ ക്ഷത്രിയനായിട്ടുള്ള രാമനുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അവിടെ രാവണനെ രാമൻ അല്ലെങ്കിൽ രാമനും എന്നുള്ള ശത്രുത. രാവണൻ എങ്ങനെയാണ്? രാവണൻ വർണ്ണവ്യവസ്ഥ പ്രകാരം വൈശ്യനാണ്. പക്ഷേ രാവണന് വലിയ സമ്പത്തുണ്ട്. രാവണൻ ക്ഷത്രിയ അധികാരത്തെ ചോദ്യം ചെയ്യാനാണ് സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത്. രാമനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് രാവണൻ്റെ ദൗത്യം കൂടിയാണ്.
അപ്പോൾ വൈശ്യൻ ക്ഷത്രിയൻ്റെയും ബ്രാഹ്മണൻ്റെയും അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നിടത്താണ് യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ മറ്റൊരു തലം പ്രവർത്തിക്കുന്നത്. രാമനെ കൊണ്ട് രാവണനെ കൊല്ലിക്കുക എന്ന് പറയുന്നത് വസിഷ്ഠൻ്റെ ഒരു നീതിയാണ്. അത് രാമായണത്തിൽ അത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ തർക്കങ്ങൾ, വൈശ്യനും ബ്രാഹ്മണനും ക്ഷത്രിയനും ഇടയിലുള്ള തർക്കങ്ങൾ, ഇത് ജാതി ഒരു ഏകശിലാപരമായിട്ടുള്ള ശ്രേണീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണെന്ന് വ്യവസ്ഥയെ നിലനിൽക്കുമ്പോൾ പോലും ജാതിക്കെതിരായിട്ടുള്ള ചില ശ്രമങ്ങൾ, ജാതിക്കെതിരായിട്ടുള്ള ചില ചലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് രാമായണത്തിലെ ഈ രാമനും രാവണനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ തലം പറഞ്ഞത്. മഹാഭാരതത്തിലുണ്ട് കൃത്യമായിട്ട്. മഹാഭാരതത്തിൽ നമ്മൾ പുരാണങ്ങളിൽ കർമ്മമാണോ ജാതിയുടെ ഉറവിടം, അല്ലെങ്കിൽ ജന്മമാണോ ജാതിയുടെ ഉറവിടം എന്നുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ മിത്തോളജിയിൽ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അത് ഗാന്ധിയുടെ കാലത്ത് പോലും അത് തുടർന്ന് വന്നിട്ടുണ്ട്, ഇപ്പോഴും അത് തുടരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കർമ്മമാണ് ജാതിയുടെ ഉറവിടം, അല്ലെങ്കിൽ ജാതി നിർണ്ണയിക്കുന്നത് കർമ്മമാണ്. കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി മാറാം എന്നുള്ളൊരു വാദം ഉന്നയിക്കുന്നത് ക്ഷത്രിയ രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ്. നമുക്ക് വാൽമീകിയുടെ സംഘർഷം പറയാം. വാൽമീകിക്ക് രാജർഷ പദവി കൊടുക്കാതിരിക്കുക, വിശ്വാമിത്രന് രാജർഷ പദവി കൊടുക്കാതിരുന്നതിനെ കുറിച്ച് നമുക്കറിയാം. കാരണം വിശ്വാമിത്രൻ ക്ഷത്രിയ പാരമ്പര്യത്തിൽ വരുന്നയാളാണ്. ക്ഷത്രിയ പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാമിത്രനെ ഋഷിയായി അംഗീകരിക്കാൻ ഇന്ത്യയിലെ ബ്രാഹ്മണിക ഋഷി പാരമ്പര്യത്തിന് ഒരുക്കമായിരുന്നില്ല അവർക്ക്. അതുകൊണ്ടാണ് വിശ്വാമിത്രന് ആ രീതിയിലുള്ള പദവി ലഭിക്കാതിരിക്കുകയും വിശ്വാമിത്രന് വേണ്ടി പ്രത്യേക പദവി സൃഷ്ടിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ മഹാഭാരതത്തിൽ പാഞ്ചാല രാജാവ് ക്ഷത്രിയനാണ്. പാഞ്ചാല രാജാവാണ് യഥാർത്ഥത്തിൽ ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒട്ടനവധി വലിയ വിജ്ഞാനത്തിൻ്റെ ഉറവിടം. മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാഞ്ചാല രാജാവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ പാഞ്ചാല രാജാവിന് ഒരിക്കലും ബ്രാഹ്മണ പദവി ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ക്ഷത്രിയന്മാരുടെ ഭാഗത്തു നിന്ന് അറിവുകളുടെ ഭണ്ഡാരമായിരുന്ന, ഒരുപക്ഷെ ബ്രാഹ്മണ ജ്ഞാന വ്യവസ്ഥയെ പോലും ലംഘിക്കാൻ പ്രാപ്തിയും ശേഷിയും ഉണ്ടായിരുന്ന ഈ ക്ഷത്രിയ വംശജരുടെ ഭാഗത്തുനിന്നാണ് ആ തർക്കമുണ്ടായത്. കർമ്മമാണോ ജന്മമാണോ ജാതിക്ക് അടിസ്ഥാനം എന്നുള്ള രീതിയിൽ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ജാതി എന്ന് പറയുന്നത് അതിന് തർക്കങ്ങൾ അത് ദുർബലമാകുന്നത് ഈ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ്. ഇപ്പം ഈ നേരത്തെ ദിലീപ് രാജ് മാഷ് ഇവിടെ പറഞ്ഞപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഭക്തി പാരമ്പര്യം, സൂഫി പാരമ്പര്യത്തെക്കുറിച്ച് പറയണ്ടേ. സൂഫി കാലഘട്ടത്തിൽ ജാതിയുടെ കാർക്കശ്യാവസ്ഥക്ക് ഒരു മൃദുത്വം വരുന്നത്, അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനത്ത് ഒരു മൃദുത്വം വരുന്നത് ഈ തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഈ തർക്കങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ്, ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ആ അർത്ഥത്തിൽ അതിന് ജാതിയുടെ ഒരു ദുർബലമായ ഒരു സ്ഥലം ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ജാതിക്ക് ഉള്ള മറ്റൊരു ഏറ്റവും ആപൽക്കരമായ സവിശേഷത എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ എപ്പോഴൊക്കെ പുരോഗമനപരമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ആ ചലനങ്ങളെ അസ്തമിപ്പിക്കാനും ആ ചലനങ്ങളെ ഇല്ലാതാക്കിയിട്ട് വീണ്ടും പഴയ കാലത്തേക്കുള്ള ആ ജാതിപരമായ കാർക്കശ്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു ചലനാത്മകത, ഒരു നിയാമക ശക്തി ജാതി വ്യവസ്ഥയ്ക്കുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നേരത്തെ സക്രിയ അവിടെ ഒരു പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും പുതിയ തലമുറയിലെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആളുകൾ ഇടപഴകുകയും ലൈംഗികതയെക്കുറിച്ചുള്ള വിക്ടോറിയൻ സദാചാര മൂല്യങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ട്, അല്ലൊരു പക്ഷേ കുറെ കൂടി പഴകിയ പറഞ്ഞാൽ ലൈംഗികതയെക്കുറിച്ചുള്ള രാമായണ സങ്കല്പങ്ങളെ പോലും ലംഘിച്ചുകൊണ്ട് പുതിയ തലമുറ അതവരുടെ ലൈംഗികപരമായിട്ടുള്ള ആ രീതിയിൽ അതൊരു മ്ലേച്ഛമായിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ ബോധ്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് പരസ്പരം ഇടപഴകുന്ന ജീവിതത്തെക്കുറിച്ച് അവിടെ സക്രിയ പരാമർശിക്കേണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് 2014 ശേഷമുള്ള ഇന്ത്യയുടെ ഭരണകാലാവസ്ഥയിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കുറേ കാലത്തെ സംവരണ വ്യവസ്ഥയുടെ ഭാഗമായിട്ട്, കുറേ കാലത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് സംവരണ വ്യവസ്ഥയുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകൾ കുറേ കൂടി ദൃശ്യവൽക്കരിക്കപ്പെടുന്നുണ്ട്. അധസ്ഥിതർ, അതേപോലെ സ്ത്രീകൾ ഒക്കെ തന്നെ കുറേ കൂടി അവരുടെ സാന്നിധ്യം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ദൃശ്യത ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ അതിൻ്റെ കൗണ്ടർ റെവല്യൂഷൻ, ആ ദൃശ്യത ഉണ്ടായിട്ടുള്ളത് അധസ്ഥ വിഭാഗങ്ങൾക്കും അതേമാതിരി ലിംഗന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ ഉണ്ടായ ആ ദൃശ്യത എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സൃഷ്ടിയാണ്.
അതായത് കുറേ കൃത്യമായി പറഞ്ഞാൽ ഗാന്ധിയുടെ സ്വാധീനത്തിൻ്റെ സൃഷ്ടിയായിട്ടാണ് ആ ചലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അത് ഒരുപക്ഷെ ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ 1990 വരെയെങ്കിലും ആ ഒരു ലെഗസി, ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ലെഗസി നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഓട്ടോമേഷൻ്റെയൊക്കെ കാലത്തിൽ, ഗ്ലോബലൈസേഷൻ്റെ കാലത്താണ് അത് ഇല്ലാതായി പോകുന്നത്. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള 90 വരെയുള്ള അല്ലെങ്കിൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ സാമൂഹ്യ ചലനങ്ങളുടെ ഒരു ഫലമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ലിംഗപരമായ വിവേചനങ്ങൾക്കെതിരായിട്ട് കുറെ കൂടി ബോധ്യമുള്ളവരായി മാറിയത്, ജാതിപരമായ വിവേചനത്തെ എതിരായിട്ട് നമുക്ക് കുറെ കൂടി ആയി മാറിയത്, അധസ്ഥിതർ അധികാരത്തിലേക്കും സ്ത്രീകൾ അധികാരത്തിലേക്കും, ഞങ്ങൾക്കും വേണം തുല്യമായ അധികാരം, കുസുമൻ ടീച്ചറൊക്കെ ഇവിടെയുണ്ട്, തുല്യത അവകാശ അധികാരത്തിന് വേണ്ടി കേരളത്തിൽ മുന്നേറ്റം തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നത്, സമൂഹം വരുന്നത് ഈ ഒരു പൈതൃകത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ ഭരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഭരണം എന്ന് പറയുന്നത്, പല ലിബറൽ ചിന്തകരും രാഷ്ട്രീയ വിശകലനന്മാരും പറയുന്ന പോലെ അത് കോർപ്പറേറ്റ് വൽക്കരണം, സാമ്പത്തിക സാമ്രാജ്യത്വം അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു ഏകദിശയുടെ പരിപാടി അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്നതല്ല. യഥാർത്ഥത്തിൽ ഈ ചലനങ്ങളെ, അതായത് ജാതിക്കെതിരായിട്ട്, സ്ത്രീ വിവേചനത്തിനെതിരായി, ലിംഗവിവേചനത്തിനെതിരായിട്ട് ഇത്രയും ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പൈതൃകത്തിൽ നിന്ന് നമ്മൾ പടുത്തുയർത്തിയിട്ടുള്ള ചലനങ്ങളെ അസ്തമിപ്പിക്കാനുള്ള ഒരു കൗണ്ടർ റെവല്യൂഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ അധികാരലബ്ധി എന്നുള്ള വായിക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ജാതിയെ വായിക്കേണ്ടതെന്ന് നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ ഈ കൗണ്ടർ റെവല്യൂഷൻ എന്ന് പറയുന്നത് ജാതിയുടെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ടാണ് സദാചാര ഹനുമാൻ സേന ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകുമ്പോൾ അവർക്കെതിരായിട്ട് അക്രമം അഴിച്ചു വിടുകയാണ്. നമുക്ക് ഉത്തരാഖണ്ഡിൽ പിന്നെ ഈ മിശ്രവിവാഹങ്ങൾക്ക് നിയമം വന്നു. എന്തുകൊണ്ടാണ് മിശ്രവിവാഹിതർക്കെതിരെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇല്ലാത്ത വസ്തുതകളെക്കുറിച്ച്, പ്രണയത്തിൻ്റെ മതാതീതമായിട്ട് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള പ്രണയത്തിൻ്റെ സാധ്യതകളെ പോലും തടയുക എന്നുള്ള ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ വളരെ പരോക്ഷയിലായിട്ടുള്ള വാദം, പ്രതിലോമകരമായിട്ടുള്ള വാദം കൊണ്ടുവരുന്നത്? യഥാർത്ഥ ഒരു മുസ്ലിം സ്ത്രീയും ഒരു ഹിന്ദു പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു നേരെ മറിച്ച് ലിംഗത്തിൽ ഹിന്ദു മുസ്ലിം വിവാഹങ്ങൾ നടന്നാൽ എങ്ങനെയാണത് ഭ്രമിക്കാനുള്ള? ഷാജഹാൻ അങ്ങനെയാണ് ഏറ്റവും വലിയ ലവ് ജിഹാദ് നടത്തിയ ആളാന്ന് പറയേണ്ടി വരും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ജാതിക്കതീതമായിട്ട് ജീവിക്കുവാനും, ജാതിക്കതീതമായിട്ട് പിന്നെ വിവാഹ പങ്കാളിയെ തീരുമാനിക്കുവാനുമുള്ള സ്ത്രീയുടെ സ്വാതന്ത്ര്യം നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ഈ നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ പിന്നെ കണ്ണൂർ ഭാഗത്ത് തങ്ങൾമാരുണ്ട്, അത് എല്ലായിടത്തുണ്ട്. രാജാക്കന്മാരുണ്ടായിരുന്ന ഭാഗമാണ്. തങ്ങൾമാരുടെ ഇടയിൽ ഒരു സംസാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മുസ്ലിങ്ങൾ തന്നെ ജാതി വ്യത്യാസമല്ല, ഇപ്പം പിന്നെ ക്ഷുരക ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നിങ്ങളുമായിട്ടുള്ള വിവാഹബന്ധം സ്വീകാര്യമാണോ എന്ന് ഞാൻ എൻ്റെ തങ്ങൾ പാരമ്പര്യമുള്ള ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെ പെൺകുട്ടികൾ അങ്ങോട്ട് കല്യാണം കഴിക്കുന്നത് ഞങ്ങൾ അനുകൂലിക്കില്ല. പക്ഷേ ആ സമയത്ത് മത്സ്യത്തൊഴിലാളി മേഖലയിലോ ക്ഷുരകജാതിയിൽപ്പെട്ടോ ഒരു അധികാര പദവിയുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു പദവിയുള്ള ആളുകളുടെ പിന്നെ സ്ത്രീകളെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പ്രയാസമില്ല. അപ്പോൾ അതായത് ശുദ്ധാശുദ്ധി ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് സ്ത്രീയുടെ സുരക്ഷയുമായിട്ട്, സ്ത്രീയെക്കുറിച്ചുള്ള അതിയായ വേവലാതികൾ വരുമ്പോൾ ലോഹിയ പറയുന്നുണ്ട്, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ചിന്തകൾ ഉടക്കി നിൽക്കുന്നത് സ്ത്രീയുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് ചുറ്റുമാണ്. പുരുഷൻ്റെ ചിന്തകൾ മുഴുവൻ, ഭാരതീയ പുരുഷൻ്റെ ചിന്തകൾ മുഴുവൻ തളച്ചിട്ടിരിക്കുന്നത് സ്ത്രീയുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് അതിനുള്ള പേടിയാണ്. സ്ത്രീ ലൈംഗികപരമായ സ്വാതന്ത്ര്യം നേടുന്നുള്ള പേടിയാണ് ഇന്ത്യൻ പുരുഷനെ മതിക്കുന്നത് എന്ന് ലോഹ്യ പറയുന്നത് 1950കളിലാണ്. അവിടെയാണ് ലോഹ്യ പറഞ്ഞത്, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് പോലും ഗർഭചിത്രത്തിനുള്ള നിയമപരമായ അവകാശം ലഭ്യമാക്കണം. കാരണം അവരുടെ ലൈംഗിക പങ്കാളിയെ ഗർഭമാകുമെന്നുള്ള യാതൊരു സംശയവുമില്ലാതെ സ്വതന്ത്രമായിട്ട് അവൾ ഇച്ഛിക്കുന്ന രീതിയിൽ അവരുടെ ലൈംഗിക പങ്കാളിത്തം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലോഹിയ ആ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വായത്തമാക്കിയാൽ നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികളെ മുഴുവൻ അപ്രസക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ റെവല്യൂഷൻ ആയിരുന്നു നരേന്ദ്രമോദിയുടെ RSSൻ്റെയും BJPയുടെയും പുതിയ കാലത്തെ ഭരണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആ രീതിയിൽ ജാതി പ്രവർത്തിക്കുകയാണ്. അതായത് നമ്മൾ സമൂഹത്തിൽ എന്തൊക്കെ ചലനാത്മകത എപ്പോഴൊക്കെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ ആ ചലനാത്മകതയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കൗണ്ടർ റെവല്യൂഷൻ എന്നുള്ള രീതിയിൽ ജാതി പ്രവർത്തിക്കും.
എത്ര കാലം വരെ? അത് ജാതിക്കെതിരായിട്ട് ബോധപൂർവമായുള്ള ചലനങ്ങൾ ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം. ആ വാക്ക് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജാതിക്കെതിരായിട്ട് ബോധപൂർവമായ ഇടപെടലുകൾ ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ജാതിയുടെ ഭാഗത്തുനിന്ന് കൗണ്ടർ റവല്യൂഷനുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ജാതിക്കെതിരായിട്ടുള്ള ചലനങ്ങൾ അസ്തമിക്കാതെ ജ്വലിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള അതിൻ്റെ ആശയമായിട്ടുള്ള അടിത്തറയെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് ലോഹയിലും അംബേദ്കറിലും എത്തും എന്നുള്ളതാണ്. അത് മറ്റാരിലും എത്തുകയില്ല ഇന്ത്യയിൽ, അത് ലോഹയിലും അംബേദ്കറിലും മാത്രമാണ് എത്തുക. തീർച്ചയായിട്ടും ആ ചലനങ്ങളാണ് രോഹിത് വെമുല ആത്മഹത്യ ചെയ്യപ്പെടുന്നത്. രോഹിത് വെമുലയെ പോലുള്ള ആളുകൾ ഇന്ത്യയിലെ ഗവേഷണ രംഗത്ത് കൂടുതൽ സാന്നിധ്യം ഇറക്കുകയും കൂടുതൽ ദൃശ്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നേരത്തെ ഞാൻ അവിടെ പാട്ടുവഴിയോരത്തിൽ ചർച്ചയിൽ വേടൻ്റെ കാര്യം പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് വേടനെ ആക്രമിക്കുന്നത്? വേടൻ്റെ പാട്ടുകൾക്ക് ദൃശ്യവൽക്കരണം, ദൃശ്യപരത കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ്. വേടൻ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ആ ചടുലവുമായിട്ടുള്ള ചലനാത്മകമായിട്ടുള്ള അർത്ഥത്തെ പേടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വേടന് അലവാർഡ് കൊടുത്തതിൽ പേടിക്കുന്നത്. അത് സ്വാഭാവികമാണ്. അത് ജാതിയുടെ ഭാഗത്തുണ്ടാകുന്ന കൗണ്ടർ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് കാണണം. വേടനെതിരെയുള്ള ആക്രമണം, വേടൻ അവാർഡ് കൊടുത്തതിലെ കടുത്ത വിമർശനം, ജാതിപരമായ വിമർശനം എന്ന് പറയുന്നത് ജാതിയുടെ ഭാഗത്തു നിന്നുള്ള കൗണ്ടർ റവല്യൂഷനാണ്. ഇത് മലയാളിക്ക് കേരളത്തിൽ ജാതിയെ മറികടക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കാം. ഈ മലയാളിക്ക് ജാതിയെ അസ്തമിപ്പിക്കാനല്ല, ജാതിയെക്കെതിരായിട്ട് പ്രവർത്തിക്കുവാൻ കേരളത്തിലെ മലയാളിക്ക് ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ, കർണാടകത്തിലെയും ബീഹാറിലെയുള്ള പിന്നോക്ക അധസ്ഥ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ഇൻ്റലിജൻസ് ഭൗതിക വിഭാഗങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ കേരളത്തിൽ ജാതിക്കെതിരായിട്ടുള്ള ഒരു ചർച്ച സജീവമായി നിലനിർത്താൻ കേരളത്തിലെ ഇടതുപക്ഷ പാരമ്പര്യമുള്ള സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാസ്ഥിതികതയെ മറികടക്കുവാൻ കേരളത്തിന് കഴിയാതിരുന്നൊരു പ്രധാനപ്പെട്ട കാരണം. ശ്രീനാരായണ ഗുരു ജാതിക്കെതിരെ വലിയ ശക്തമായ ചലനമുണ്ടാക്കിയ ആളാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്തിന് ശേഷം കേരളത്തിലെ ഈ ജനാധിപത്യ രാഷ്ട്രീയ അധികാര വ്യവസ്ഥ വന്നപ്പോഴേക്കും ആ സ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് കേരളത്തിലെ സവർണ ജാതി വിഭാഗങ്ങളുടെ നേതൃത്വമാണ്. അത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റൊക്കെ ഉൾപ്പെടെ, അത് ലോഹിയെ പിന്തുടർന്ന സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റും അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി വിരുദ്ധമായിട്ടുള്ള ചലനങ്ങളെ മലയാളിക്ക് പിന്നീട് മനസ്സിലാകാതെ പോയതും അല്ലെങ്കിൽ ആ ചലനങ്ങളെ അസ്തമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എതിർ ചലനങ്ങൾ ജാതിയുടെ ഭാഗത്തുണ്ടായതുകൊണ്ടാണ് ഈ ശ്രീനാരായണ ഗുരു തുടങ്ങി വെച്ചിട്ടുള്ള പ്രസ്ഥാനം കേരളത്തിലെ അസ്തമിക്കുകയും അത് ജാതിക്കെതിരായിട്ടൊരു പ്രസ്ഥാനമായിട്ട് വളരാതിരിക്കാൻ. ശബരിമലയിലെ സ്ത്രീ പ്രശ്നം, ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നത് വലിയ ആപൽക്കരമാണ് എന്ന് ചിന്തിക്കുന്ന കേരളത്തിലെ നാമജപ ഘോഷയാത്ര നടത്തിയ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന അതിൽ പങ്കെടുത്ത സ്ത്രീകൾ അവർ കൂടുതലും സവർണജാതിയിൽപ്പെട്ടവരാണെന്നും കൂടി നാം മനസ്സിലാക്കണം. അവർ അങ്ങനെ ഒരു നാമജപ ഘോഷയാത്ര നടത്തുവാൻ അവരെ പ്രേരിപ്പിച്ച കാരണം ഈ യാഥാസ്ഥിതത്തെ മറികടക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ പങ്കെടുത്ത ആളുകളെ ഞാൻ കുറ്റം പറയുകയില്ല. പക്ഷേ സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിൽ ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്ന ആളുകൾ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ആ സാമൂഹ്യ ചലനങ്ങളെ വിഴുങ്ങാനുള്ള ഉപകരണമായിട്ട് പ്രവർത്തിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും സോഷ്യലിസ്റ്റുകാരും, സോഷ്യലിസ്റ്റ് അറിയപ്പെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ്, കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും അധിക സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ സാമൂഹ്യ ചലനങ്ങളെ അസ്തമിപ്പിക്കുവാനുള്ള സവർണൻ്റെ ബോധപൂർവമായ ഉപകരണങ്ങളായി പരിണമിച്ചു എന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ആ രീതിയിൽ നമുക്ക് കാണുമ്പോൾ ജാതിയെ നമുക്ക് അടിസ്ഥാനമായി മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ജാതി ഇന്ത്യയിൽ ഇപ്പോഴും പ്രബലമായി നിൽക്കുന്നത്? ഇന്ത്യയിലെ വികസന മാതൃക ഇപ്പോഴും ശക്തമായി നിൽക്കുന്നത് കൊണ്ടാണ്. ഇന്ത്യയിലെ ജാതിക്കും വികസന മാതൃകക്കും ഒരേ തരത്തിലുള്ള ഘടകമുണ്ട്. അവർക്കൊരു അതിന് രണ്ട് വ്യവസ്ഥയ്ക്കും ഒരേ സമീപനമുള്ള അല്ലെങ്കിൽ ഏകപരമായിട്ടുള്ള രണ്ട് തത്തുല്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒറ്റ കാര്യം ഞാൻ പറയാം.
ഈ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജാതി വ്യവസ്ഥ ശ്രേണീകൃതമായിട്ടുള്ള വ്യവസ്ഥയാണ്. ആ ശ്രേണീകൃത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നത് ബ്രാഹ്മണനാണ്. അതായത് ഒരൊറ്റ കേന്ദ്രത്തിൽ നിയന്ത്രിക്കുന്ന, അതിൻ്റെ ഭൗതികമായ നിയന്ത്രണം ഒറ്റ കേന്ദ്രത്തിലേക്ക് ഒതുക്കിയ ഒരു വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വികസന മാതൃക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊളോണിയൽ വികസന മാതൃക എന്ന് പറയുന്നതും ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നും നിയന്ത്രിക്കേണ്ടുന്ന ഒരു വ്യവസ്ഥയാണ്. കാരണം ഈ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഗ്രാമസ്വരാജ് സങ്കല്പം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള വ്യവസ്ഥയിൽ സാധ്യമല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യക്കൊരു കേന്ദ്രീകൃതമായ ഭരണവ്യവസ്ഥ വന്നു എന്നുള്ളത്, അത് രണ്ട് കാരണങ്ങൾ. ഒരുപക്ഷെ ഭരണഘടന നിർമ്മാണ ഘട്ടത്തിൽ ഒരു ഐക്യഭാരതം ഉണ്ടാകുക എന്നുള്ളത് നമ്മളെല്ലാം ഒരു അഭിവാഞ്ചയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഗാന്ധി തയ്യാറാക്കിയ ഭരണഘടന അംബേദ്കർക്ക് കൈമാറാതെ അംബേദ്കറുടെയും നെഹ്റുവിൻ്റെയും താല്പര്യപ്രകാരം ഒരു സുശക്തമായിട്ടുള്ള, ഒരു യൂണിലാറ്ററായിട്ടുള്ള, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണഘടനയ്ക്കുള്ള വഴി തുറക്കാൻ അദ്ദേഹം മൗനാനുവാദം കൊടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലെ കേന്ദ്രീകൃതമായ അവസ്ഥ, ഒരു ദേശരാഷ്ട്രം എന്നുള്ള രീതിയിൽ ദേശരാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഭരണഘടനയുടെ ദൗത്യം എന്ന് പറയുന്നത്. ആ ദേശരാഷ്ട്രം സ്വാതന്ത്ര്യത്തിൽ 1947 ആഗസ്റ്റ് 15 പ്രഖ്യാപിക്കപ്പെട്ട നമ്മുടെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കിന് 1950 ജനുവരി 26 പ്രഖ്യാപിക്കപ്പെട്ട നമ്മുടെ ദേശരാഷ്ട്രം ഇന്ന് ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങളുടെ, അതായത് ഗ്രാമീണ ജനസമൂഹങ്ങൾക്ക് അധീനതയിൽ ഒരു കാലത്തുണ്ടായിരുന്ന പ്രകൃതി വിഭവങ്ങളെ കോർപ്പറേറ്റ് ചൂഷണത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ട് ദേശരാഷ്ട്രം മാറി എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ഈ പാർലമെൻ്ററി സിസ്റ്റം, ഈ കേന്ദ്രീകൃതമായ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭരണഘടനയെ മാറ്റിമറിക്കാതെ ഈ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫാസിസത്തിലേക്ക് ഈ ഭരണകൂടത്തിന് മാറാൻ കഴിയുന്നത് ഈ ഭരണഘടന പ്രദാനം ചെയ്യുന്ന കേന്ദ്രീകൃതമായ ഭരണവ്യവസ്ഥയും ആ പ്രകൃതി വിഭവങ്ങളെ ഒറ്റ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏതാനും ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹക ശേഷിക്ക് ഇടം കൊടുക്കുന്ന അധികാര വ്യവസ്ഥയും ഉള്ളത് കൊണ്ടാണ്. ഈ രണ്ട് വ്യവസ്ഥയും, ജാതി വ്യവസ്ഥയും ഈ ഉൽപ്പാദന, ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തിന് മുമ്പും നിലനിൽക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയും കേന്ദ്രീകൃതമാണ്. ഈ രണ്ടും കേന്ദ്രീകൃതമായത് കൊണ്ട് തന്നെയാണ് രണ്ടും ഒരുമിച്ച് വളരുകയും ഒരുമിച്ച് നിലനിർത്തുകയും പരസ്പരം പെർഫെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ഈ വികസന മാതൃകയെ, ഈ കൊളോണിയൽ വികസന മാതൃകയെ, രാജ്യത്തിൻ്റെ ഈ രീതിയിൽ ഫാസിസത്തിലേക്ക് സഹായിക്കുന്ന ഈ വികസന മാതൃകയെ തകർക്കണമെങ്കിൽ ജാതിക്കെതിരായിട്ടുള്ള വിപ്ലവം നടക്കുകയും ഈ ജാതിയുടെ ശ്രേണീകൃതമായ അധികാര വ്യവസ്ഥയെ തകർക്കുകയും ചെയ്യണമെന്ന് പറയേണ്ടതുണ്ട്. സക്രിയ നേരത്തെ പറയുമ്പോൾ കേരളത്തിലെ കാര്യം കൂടി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, രാഷ്ട്രീയ പാർട്ടികളോടും ദൈവങ്ങളോടും ജനങ്ങൾക്ക് ഭയങ്കരമായ ഭക്തിയുണ്ട് എന്ന് പറയും. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളോടും ദൈവങ്ങളോടും ചേർന്ന ഭക്തിയല്ല. യഥാർത്ഥത്തിൽ ആ ഭക്തി എന്ന് പറയുന്നത് അധികാരത്തോടുള്ള ഭക്തിയാണ്. നിങ്ങൾക്കെപ്പോഴും അധികാരത്തോടുള്ള ഭക്തി നിലനിർത്തണമെങ്കിൽ, ആ ഭക്തി ഉണ്ടാകണമെങ്കിൽ നിങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്നത് ജാതിയാണ്. തച്ചോളിയോധേനൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. തച്ചോളിയോധേനൻ കാവിലമ്മയ്ക്ക് വലിയ സമ്പത്ത് കൊടുക്കുന്നുണ്ട്. കാവിലമ്മക്ക് വലിയ ആഭരണങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ കാവിലമ്മയുടെ പ്രീതി കൂടുതലായിട്ട് തച്ചോളിയോധന് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ശബരിമലയിൽ കൂടുതൽ സ്വർണം കൊടുത്തുകൊണ്ട് പോറ്റിമാർക്കും തന്ത്രിമാർക്കും അത് മോഷ്ടിക്കാൻ അവസരം കൊടുക്കുന്നത് ഈ ഭക്തി, ഈ അധികാരത്തിൻ്റെ ഉറവിടം കൂടി ആയതുകൊണ്ടാണ്. ഈ ഭക്തിയും ദേവസ്ഥാനങ്ങളും സെക്രട്ടേറിയറ്റും നമ്മളെ അധികാരത്തിൻ്റെ ഉറവിടങ്ങളാണ്. ഈ അധികാരത്തിനോടുള്ള അധമ്യമായിട്ടുള്ള ആരാധനയാണ്. ആ ആരാധനയുടെ ഉറവിടം യഥാർത്ഥ ജാതിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ജാതി നിങ്ങളുടെ കാഴ്ചകളെ മറക്കുന്നതാണ്. നിങ്ങളല്ലാതായിട്ട് തോന്നുവാൻ പോലും ജാതി നിങ്ങളെ പ്രേരിപ്പിക്കും എന്നുള്ളിടത്താണ് ലോഹിയ അംബേദ്കറും പ്രസക്തമാകുന്നത്. അവിടെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഫാസിസത്തിലേക്ക് കടന്നു പോകുമ്പോൾ ലോഹിയ പറഞ്ഞൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. തെരുവുകൾ നിശബ്ദമാകുമ്പോൾ പാർലമെൻറ്റ് തെമ്മാടികളുടെയും മലസരുടെയും താവളമാകുമെന്ന് ലോഹിയ പറയുകയുണ്ടായി. അതായത് ചലനങ്ങൾ അസ്തമിക്കുമ്പോൾ ഫാസിസം നിങ്ങളുടെ കഴുത്തിന് നേരെ പിടിക്കും. അപ്പോൾ ഈ ചലനങ്ങൾ അസ്തമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ചലനങ്ങൾ, പുതിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് അത് തെരുവുകളിലാണ് വേണ്ടത്. അത് തെരുവുകളിൽ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് തെരുവുകളിൽ ആ ചലനം ഉണ്ടാക്കുമ്പോഴാണ് സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന ലോഹിയായിസ്റ്റായിട്ടുള്ള സുദർശൻ റെഡ്ഡി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തെരുവുകളെ ചൂടുപിടിപ്പിക്കുന്ന സംഭവങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പാർലമെൻറ്റ് മെമ്പർമാർക്കിടയിൽ ഈ പ്രസിദ്ധമായ ലോഹിയുടെ വാചകം ഉരുവിട്ടുകൊണ്ട്
തെരുവുകളെ ചലനമാക്കുമ്പോൾ നിങ്ങൾക്ക് ഫാസിസത്തെ തടയാനും വേണ്ടി കഴിയും. നിങ്ങൾ കൂടുതൽ കൂടുതൽ നിയമത്തിന് വിധേയമാകുമ്പോൾ, നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഘടനാപരമായിട്ട് നിങ്ങളെ സ്വയം മാറ്റുവാൻ തയ്യാറാകുമ്പോൾ ആ ചലനം അസ്തമിക്കുകയും നിങ്ങൾക്ക് ചലിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും തെരുവുകൾ നിശബ്ദമാവുകയും അപ്പോൾ നിങ്ങൾ ഫാസിസത്തിലേക്ക് നടക്കുകയും ചെയ്യും. യാതൊരു മർദ്ദന ഉപാധികളും കൂടാതെ നിങ്ങൾക്ക് ഫാസിസത്തെ നിങ്ങളെ ഗ്രസിക്കാനും കഴിയും എന്നുള്ള ആപത്ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ലോഹിയെ കൂടുതൽ വായിക്കുകയും ലോഹിയുടെ പ്രസക്തി വായിക്കുകയും അംബേദ്കറെയും ഗാന്ധിയെയും ചേർത്ത് വായിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയത്തിൻ്റെ പരിധികളത്തിലെടുത്തുകൊണ്ട് അവസാന അഭിവാദ്യങ്ങൾ. ചോദ്യങ്ങൾക്ക് സമയമുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാൻ സമയം കൊടുക്കാം അല്ലേ? ഒറ്റ ചോദ്യത്തിന് വേണമെങ്കിൽ സമയം കൊടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ. ഈ സാമൂഹ്യ നീതിയുടെയും പാരിസ്ഥിതിക നീതിയുടെയും വിഷയം ഇന്ന് ചർച്ച ചെയ്യുമ്പം മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് കൂടി ആലോചിക്കണം. ഡോക്ടർ ലോഹിയൊക്കെ ചിന്തിച്ച കാലഘട്ടത്തിലെ ആശയങ്ങളാണ് നമ്മളിവിടെ പറയുന്നതെങ്കിൽ അത് പ്രവർത്തിച്ച് കാണിക്കുന്നത് മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള മേധാ പട്കറെ പോലെയുള്ള ആളുകളാണ്. അവർ സമൂഹത്തിൽ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊണ്ടിരുന്നു എന്നുള്ള കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുക. ഗാഡ്ഗിലിനെ ഞാൻ ഒന്ന് പരാമർശിച്ച് പറയാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അദ്ദേഹത്തോടുള്ള എൻ്റെ അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ പേരിൽ മാത്രമല്ല, ജാതി ഉണ്ടാകുന്നതിനെക്കുറിച്ച് ലോഹിയ ഒരു കാര്യം പറഞ്ഞു. മതബദ്ധമല്ല ജാതി എന്ന് പറഞ്ഞപ്പോൾ തുടർച്ചയായിട്ട് പറയാൻ ഒന്നിരുന്ന ആശ വിട്ടുപോയി. അതായത് ഒരു ജാതി ഉണ്ടാകുന്നത് ഒരു സമൂഹം ഒരു ഐശ്വര്യപരമായ കാലഘട്ടത്തിലേക്ക് പോവുകയും അതിൻ്റെ ചലനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേ കൂടി സമ്പത്തും ഐശ്വര്യവും ആർജിക്കുമ്പോൾ ആ ഐശ്വര്യത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങളെ അസ്തമിപ്പിക്കാൻ വേണ്ടി സമൂഹം ശ്രമിക്കും. അവിടെയാണ് ജാതി ഉണ്ടാകുന്ന ലോഹിയ പറയുന്നത്. അത് കുറേ കൂടി ഒരു സങ്കീർണമായിട്ടുള്ള വ്യാഖ്യാനം, അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയൊരു ഭാഗമുണ്ട്. ഗ്രാമസമൂഹങ്ങളുടെ വിഭവങ്ങളിൽ മേൽ അടിത്തറ തകരുമ്പോൾ ജാതി എങ്ങനെയാണ് കാർക്കശ്യമാകുന്നത്. കാരണം വിഭവങ്ങളെ അഭിഗമ്യത, എല്ലാവർക്കും ഉണ്ടാകുന്ന എക്സസ് ഇല്ലാതാവുകയും വിഭവത്തിൻ്റെ ശോഷണം ഉണ്ടാകുമ്പോൾ ഈ എക്സസ് അഭിഗമ്യത ചുരുക്കപ്പെടുകയും ചെയ്യും. അത് ചില ജാതികളിലേക്ക് മാത്രം ചുരുക്കപ്പെടും. ആ ജാതികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ വിഭവങ്ങൾ മറ്റ് ജാതികൾക്ക് വിട്ടുകൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വിഭവത്തിൻ്റെ അടിത്തറ തകരുമ്പോൾ ജാതി കൂടുതൽ കൂടുതൽ കർക്കശമാവുകയും ജാതി എൻക്ലോസ്ഡ് ആവുകയും ചെയ്യും എന്നുള്ളത് ശാസ്ത്രീയമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാഡ്ഗിൽ കണ്ടെത്തുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ലോഹിയുടെ നിരീക്ഷണത്തിൻ്റെ ശാസ്ത്രീയമായ ഒരു ഘട്ടമാണ്. അതുകൂടി സൂചിപ്പിക്കുന്ന ആഗ്രഹം. അത് കുറേ കൂടി സങ്കീർണ വിഷയമാണെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാമെന്ന് സൂചിപ്പിക്കാം. ഈ സെഷൻ അവസാനിപ്പിക്കുന്നു, കാരണം അടുത്ത സെഷൻ തുടങ്ങേണ്ട സമയമായി. താങ്ക് യു സർ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഈ ഒരു സെഷന് നന്ദി അർപ്പിക്കാൻ വേണ്ടി അർജുൻ ക്ഷണിക്കുന്നു. ഈ വേദി ധന്യമാക്കിയ ശ്രീ വിജയരാഘവൻ സാറിനും അഡ്വക്കേറ്റ് വിനോദ് പയ്യട സാറിനും ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.